റെയ്ഡിൽ 30ഓളം പേർ ഉണ്ടായിരുന്നു. 5ഓളം പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നറിയാൻ കഴിയുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ അപകടം ഈ ഇരുമ്പ് റൈഡാണ്. അതിൽ 30 പേരുണ്ടായിരുന്നു. അത് ഈ ഇരുമ്പ് ഘടിപ്പിച്ചിരുന്നത് പൊട്ടി ആണ് അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്, അല്ലേ? നിലവിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണ്. ഇരുമ്പ് റൈഡറായിരുന്നു. അതിന്റെ വെൽഡിങ് അത് വിട്ടുപോയി, ഗ്യാപ്പിൽ വിട്ടുപോയി. അത് പാളിയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഇപ്പൊ പരിക്കേറ്റവരുടെ എണ്ണം നമ്പർ കൂടുന്നുണ്ട്. സെന്റ് ജോൺസിൽ നിന്ന് മാത്രമല്ല, മറ്റ് താലൂക്ക് ആശുപത്രിയിലും അതേപോലെ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലും ഈ ആളുകളെ പരിക്കേറ്റവരെ മാറ്റുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് പ്രാഥമിക രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ആദ്യം ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ ഈ പറയുന്ന പിരപ്പൻകോട് സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ നിന്നും ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായി ആംബുലൻസുകൾ പുറപ്പെട്ടു ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ്. മാത്രവുമല്ല, ഈ ഇരുമ്പ് റൈഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് കുറേയധികം ആളുകൾ പെട്ടുപോയി, കുടുങ്ങിപ്പോയ തരത്തിലേക്കുള്ള സൂചനകളും വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അവധിക്കാലമായതിനാൽ തമിഴ്നാട്ടിൽ നിന്നടക്കം ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു, അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്തിയിരുന്നു. അവരാണ് ഈ കൂടുതലായി അപകടത്തിൽപ്പെട്ടത് എന്ന വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മനോരഥി, സീമണി, മാലിനി, ശ്യാം ഡാനിയൽ, റോസ് എന്ന് പറയപ്പെടുന്ന 16 വയസ്സുകാരി. ശ്യാം ഡാനിയലിന്റെ വയസ്സ് 14ആണ്. ഈ ശ്യാം ഡാനിയലിനും റോസിനും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വളരെ ആഴത്തിലുള്ള അല്ലെങ്കിൽ വ്യാപ്തിയുള്ള ഒരു അപകടം എന്ന രീതിയിൽ തന്നെയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ റെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഊഞ്ഞാലാണ്. ആ ഊഞ്ഞാലിൻ്റെ ഏറ്റവും അടിഭാഗത്തെ ഇരുമ്പ് ഘടിപ്പിച്ചിരുന്ന തൂണാണ് പൊട്ടി വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അപകടത്തിൻ്റെ വ്യാപ്തി വലുതാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ റെയ്ഡ് തന്നെയാണ്, ചെറിയ റെയ്ഡല്ല. അപ്പോൾ 30ഓളം പേർക്ക് കയറാം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ റെയ്ഡാണ്. ആ റെയ്ഡാണ് ഇപ്പോൾ ഒടിഞ്ഞു വീണിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴത്തെ തൂണ് പൊട്ടി വീണു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 5 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് അപകടത്തിൽ പെട്ട മറ്റുള്ളവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നതെന്നാണ് ഷഫീദ് പറയുന്നത്. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത്. ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നാഗർകോവിൽ സ്വദേശികളായ 5 പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. മറ്റ് 30ഓളം പേർ അതിൽ ഉണ്ടായിരുന്നു. ടോട്ടലായി 30ഓളം പേർ അതിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഈ ഒരു അന്നലൂഞ്ഞാലാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം അമ്യൂസ്മെന്റ് പാർക്കിൽ റെയ്ഡ് പൊട്ടി വീണാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. വെമ്പായത്തെ ഹാപ്പി ലാൻഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഷഫീദ്, ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടുതൽ പേർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണല്ലേ? അനൂപ്, നമുക്കിപ്പോൾ ഈ അപകടത്തിന്റെ വിഷ്വലുകൾ അത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ അപകടത്തിൽ നമുക്ക് വിഷ്വലുകൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വ്യാപ്തിയുള്ള അപകടം അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ പറയുന്ന കൂടുതൽ ദൃശ്യങ്ങൾ അതിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഒരു റൈഡ്, ആ ഒരു ഊഞ്ഞാല് പോലെയുള്ള പല കപ്പുകളായി, പല കൂപ്പകൾ തിരിച്ചിട്ടുള്ള ഊഞ്ഞാല് പോലെ ഇരുമ്പിൽ ഘടിപ്പിച്ചൊരു റൈഡ്, അത് മുകളിൽ നിൽക്കുന്ന റൈഡാണ്. അത് പൊട്ടി താഴേക്ക് വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് ഗൗരവമുള്ള ഒരു സംഭവമായി മാറുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ആ പൊട്ടി വീണ്, അതായത് ഈ റൈഡിന്റെ ഒരു ഉയരം, അതേപോലെ തന്നെ അത് പൊട്ടി വീണ് കിടക്കുന്ന ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് സ്വാഭാവികമായും അതിനകത്ത് 30ലധികം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അത് കുറച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റൈഡ് കൂടിയാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതാണ്ട് 30ലധികം ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആ റൈഡിൽ ഉണ്ടായിരുന്നു. ആ റൈഡാണ് വെൽഡിംഗ് അടർന്നു വീണ അത് താഴേക്ക് നിലത്തേക്ക് പതിച്ചത്. താഴെ അപകട സമയത്ത് താഴേക്ക് പതിക്കുന്ന സമയത്ത് അവിടെയും ആളുകൾ ഉണ്ടായിരുന്നു, അതേപോലെ റൈഡിലും ആളുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ അതും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഷഫീദ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആ തകർന്നു വീണ റൈഡാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.
ആ റെയ്ഡിന്റെ ഏറ്റവും താഴത്തെ ഇരുമ്പ് ഘടിപ്പിച്ച ആ ദണ്ടാണ് ഇപ്പോൾ പൊട്ടി വീണിരിക്കുന്നത്. കൂറ്റൻ റെയ്ഡ് തന്നെയാണ്, കാരണം 30ഓളം പേർക്ക് ഈ ഒരേ സമയത്ത് കയറാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് കൂറ്റൻ റെയ്ഡ് തന്നെയാണ്. അതിൽ കസേരകളുണ്ട്. ആ കസേരയിൽ നിന്നും ഈ ചെയിനുകൾ ഘടിപ്പിച്ച് അത് കറങ്ങുന്ന തരത്തിലുള്ള ഒരു റെയ്ഡാണ് അതാണിപ്പോൾ പൊടുന്നനെ അത് മൊത്തത്തിൽ തകർന്നു വീണിരിക്കുന്നത്. അതിൽ 30 പേരുണ്ടായിരുന്നു. ആ അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും, കാരണം ദൃശ്യങ്ങളിലൂടെ അത് വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.